ആനീസ് കിച്ചണിലെ ആനി ചേച്ചി അവരുടെ ഐഡിയോളജി ഒപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സോ കോൾഡ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വന്നിട്ട് അടിച്ചമർത്തുന്നതും ഫെമിനിസം അപ്പുറത്ത് അടിച്ചമർത്തുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഓരോരോ ഐഡിയോളജി തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് ഇവിടെ ഈ സൊസൈറ്റിയിലുണ്ട്. നമ്മുടെ ഇഷ്ടം തിരഞ്ഞെടുക്കാം. ആനീസ് കിച്ചണിൽ തന്നെ ഇപ്പൊ ഈ റീസെന്റ് ഇപ്പൊ വരുന്ന ക്ലിപ്പിംഗ്സ് ഈവൻ ആനി പോലും പകച്ചു പോയി എന്ന് പറഞ്ഞ ടൈറ്റിലോട് വരെ വരുന്നത് അഖിൽ മാരാർ വൈഫ് വന്ന എപ്പിസോഡിലാണ്. അപ്പോൾ അതിൽ ഇതുപോലെ അഖിൽ മാരാർ ആ വൈഫിനെ ഒന്നും അറിയത്തില്ല, ലൈക്ക് ആ രീതിയിൽ ഇരുത്തുമ്പോഴത്തേക്ക് ഈവൻ ആനി ചേച്ചി വരെ ഫേസ് ഒന്ന് ചുളിക്കുന്നുണ്ട്. അതിനൊരു ഉളുപ്പ് തോന്നി. അതെ, അപ്പൊ ഇങ്ങനെയും ആളുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെ നമ്മളെ രാജ്യം ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? ഭാര്യനെ പോലും അടക്കി നിർത്തുന്ന ആൾക്കാര് രാജ്യത്തുള്ള ബാക്കി ഒരു കേരളത്തിലെ ഒരു MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കേരളം? ദൈവമേ, വരല്ലേ, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭാര്യനെ സ്വന്തം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, സ്വന്തം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, ഏറ്റവും ഇൻറ്റിമേറ്റ് സ്വന്തം മക്കളുടെ അമ്മയായിട്ടുള്ള ഒരാളെ അടക്കി നിർത്തുന്നു, അവരെ തരം താഴ്ത്തുന്ന പബ്ലിക്കിൽ വന്നിട്ട്. അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളുടെ തലയിൽ കയറാനുള്ള ലൈസൻസും കൂടി ആയിരിക്കില്ല ഈ MLA സ്ഥാനം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഭയങ്കര അവസ്ഥയാണ്. പക്ഷെ ചില പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നതുണ്ട്. വേട്ടായുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറേ പെൺകുട്ടികൾ.